കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഒരു KSUവിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് രംഗത്ത് വന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിലെ പരാജയത്തിന് കാരണം ദേശീയ നേതാവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ബാക്കിയുള്ളവർക്ക് പലർക്കും വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് വലിയ വിസിബിലിറ്റി കിട്ടുന്നില്ല. ഒന്നുകിൽ ജില്ലാ പഞ്ചായത്തിനകത്ത് ഏറ്റവും കുറഞ്ഞൊരു ഉപാധ്യക്ഷ സ്ഥാനം, അതല്ലെങ്കിൽ ഒരു നിയമസഭാ ടിക്കറ്റ്. ഇതാണ് ശ്രീനാഥ് ബി കുഞ്ഞമ്മയുടെ ആവശ്യം. അതിനുവേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസമാണ് ഈ KSC കുഞ്ഞുങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലൻ സിംഗ് അടുത്ത് ഒരു വശത്ത് ചാമക്കാലയും ഒന്നങ്ങ് പൊക്കി വെച്ചു, ഇപ്പുറത്ത് കൊടുക്കുന്ന സുരേഷ്. ഇവർ തമ്മിൽ നല്ല ടൈംസിലുവാ. ചാമക്കാലയും കൊടുക്കുന്ന സുരേഷും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരേ സമയം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ ഇവരെ തമ്മിലും തെറ്റിക്കാൻ പറ്റുകയാണെങ്കിൽ തെറ്റിക്കാം. ഷാഫിയും രാഹുൽ മാങ്കുട്ടത്തിലും വീണ്ടും പണി തുടങ്ങിയിരിക്കുന്ന പണിയുടെ തുടക്കം മാത്രമാണിത്. അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ജ്യോതികുമാർ ചാമക്കാലയ്ക്കും കൊടുക്കുന്ന സുരേഷിനും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ടു കൂട്ടരും ഒരുമിച്ച് കൂടിയിട്ട് പോയി ചാടുന്നതാണ് ഇവരെ സ്വപ്നം. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഒരു KSUവിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് രംഗത്ത് വന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിലെ പരാജയത്തിന് കാരണം ദേശീയ നേതാവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? കൊടിക്കുന്നിൽ സുരേഷാണ് ഒരു പക്ഷത്ത്. അതെ, പിന്നെ പേര് പറഞ്ഞിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് ഇത് ഞാനാണെന്നുള്ള രീതിയിൽ ആ KSUവിന്റെ ജില്ലാ പ്രസിഡന്റിനെ പുറത്താക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റിന് ബാക്കിയുള്ളവർക്ക് പലർക്കും വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റിന് വലിയ വിസിബിലിറ്റി കിട്ടുന്നില്ല. ഇതിൻ്റെ പിന്നിൽ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി അത്ര വലിയ ഏബിളും എലിജിബിളും ഒന്നും ആയിട്ടുള്ള ആളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിനകത്ത് ഉള്ള പല പാർട്ടികളിലായിട്ടുള്ള പല നേതാക്കന്മാരെയും അതിന് പറ്റാത്ത പദവികളിലൊക്കെ, അനുയോജ്യമല്ലാത്ത പദവികളിലൊക്കെ എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ അദ്ദേഹം ദേശീയ നേതൃത്വത്തിലിരുന്നാലും അന്തർദേശീയ നേതൃത്വത്തിലിരുന്നാലും അതിൽ അപാകതകളൊന്നും കാണാത്ത ഒരാളാണ്. അതിനേക്കാൾ കഴിവ് കുറഞ്ഞവരും അതിനേക്കാൾ അത്രയും പിന്നെ പോലും പണിയെടുക്കാത്തവരും ഒക്കെ ഉണ്ട്. ഞാൻ ബഹുമാനിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൊടുക്കുന്ന സുരേഷ് ഗുഡ് ഫോർ നത്തിങ് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് നിൽക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെ ചില പിന്നെ ഈ പൗളർ കുട്ടപ്പൻ കൾച്ചറിൽ നിൽക്കുന്ന ചില ആൾക്കാർക്ക് അവർ പിന്നെ പട്ടികവർഗത്തിൽ ജാതി പറയരുത്, പിന്നെ ജാതി ചോദിക്കരുത് എന്നുള്ള വേറെ കാര്യം, അതിലാണ് എന്ന് പറയുന്നത് നാണക്കേട് പോലെ തോന്നുന്ന ചില നേതാക്കന്മാർ കോൺഗ്രസിനകത്ത് ഇരിക്കുകയാണ്. അത് മന്ത്രി സ്ഥാനത്തൊക്കെ പലവട്ടെ ഇരുന്ന ആളുകൾക്ക് അങ്ങനെ പറയുന്നത് എന്തോ മോശമാണ്. ഇപ്പോഴത്തെ സമയത്ത് ഗസറ്റ് വിജ്ഞാപനം കൊടുത്തിട്ട് നായരെന്നോ നമ്പൂരെന്നാക്കാൻ പറ്റാത്തുള്ള ആക്കാതിരിക്കുന്ന അങ്ങനെ ഉള്ള ഇമേജ് സൃഷ്ടിക്കുന്ന ആളുകളുടെ കാലത്ത് ഇപ്പോഴും പിന്നെ പണ്ട് കാലത്ത് അനുഭവിച്ച പട്ടിണിയുടെയും അമ്മയുടെ കാര്യങ്ങളും വടവടഞ്ഞതും അങ്ങനെയുള്ള കഥകളും ഒക്കെ പറയുകയും അത് വോട്ട് കിട്ടാനുള്ള സഹതാപതരംഗത്തിൻ്റെ സൃഷ്ടിക്കാനും ഒക്കെ ആണെന്നുള്ളത് വേറെ വിഷയം. എന്നാൽ തന്നെയും ആ രീതിയിലുള്ള അസ്തിത്വം മറച്ചു വെക്കാത്ത അങ്ങനെയുള്ള ഒരു പിന്നെ സമൂഹത്തിൻ്റെ പ്രതീതിയാണ് എന്നത് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരാളാണ് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്. ആ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പുള്ളി ഇപ്പോൾ ദേശീയ നേതാവ് എന്ന് പറഞ്ഞാലും പുള്ളിക്ക് ദേശീയ നേതാവ് ഒരുപാട് ദേശീയ നേതാക്കന്മാരുണ്ടെന്നേ. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ പ്രസിഡന്റ് ആകണം, അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് 3 പേര് പരിഗണിച്ചപ്പോൾ പോലും പുള്ളിയൊന്നും കൺസിഡർ ചെയ്തില്ല എന്നുള്ളതിൽ വലിയ വിഷമമുണ്ട്. അതാ പുള്ളി സത്യത്തിൽ ശുദ്ധഹൃദയനാണ്. ഇതെല്ലാം പച്ചയ്ക്ക് മൈക്കിന് മുമ്പിൽ നിന്ന് പറയുകയും ചെയ്തു. എന്നെ പരിഗണിച്ചില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറയുകയും ചെയ്തു. ഉണ്ടായിരുന്നാൽ മതി. പുള്ളിയെ എനിക്ക് തോന്നുന്ന ഇടക്കാലത്ത് ചീഫ് വിപ്പ്, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ചീഫ് വിപ്പൊക്കെ ആയിട്ട് നിയോഗിച്ചിരുന്നു. പിന്നെ ഈ കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് വന്നത്. കഷ്ടപ്പെട്ടും പിന്നെ മണിയടി അത്യാവശ്യം നന്നായിട്ട് അറിയാം. ആന്റണി സാർ അങ്ങനെയാണ്, ആന്റണി സാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കും. പിന്നെ രാഹുൽ ഗാന്ധിയെ സൂചിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ അത് കോൺഗ്രസിനകത്ത് സൂചിപ്പിക്കൽ രാഷ്ട്രീയം കോൺഗ്രസ് ഉള്ള കാലത്തൊട്ടേ ഉണ്ട്. കാല് തിരുമ്മി കൊടുത്തും പിന്നെ തുണി അലക്കി കൊടുത്തും പച്ചക്കറിക്ക് അരിഞ്ഞു കൊടുത്തിട്ടും വീട്ടിൽ പിന്നെ നേതാക്കന്മാരെ ഭാര്യമാരെ സഹായിച്ചിട്ടും അവിടുത്തെ പട്ടിയെ കുളിപ്പിച്ചിട്ടും ഒക്കെ നേതാക്കന്മാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ ഇപ്പോഴത്തെ തലമുതിർന്ന പല നേതാക്കന്മാരും അങ്ങനെയൊക്കെ തന്നെയുള്ളവരാണ്. നമുക്ക് അതിൻ്റെ ചരിത്രവും പ്രത്യേകിച്ചും ഗ്രൂപ്പിൽ കൂടി കടന്നു വന്നവരിലേറെയും. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പിന്നെ കറിക്കരിഞ്ഞു കൊടുക്കലും ചായ ഉണ്ടാക്കി കൊടുക്കലും പാത്രം കഴിയിപ്പിക്കുന്ന പരിപാടിയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ആൻ്റണിയുടെ ഉണ്ടായിട്ടില്ല, വയലാർ രവിയുടെ അടുത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ കരുണാകരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ കല്യാണിക്കുട്ടി അമ്മയെ സഹായിക്കുകയും പാത്രം കഴുകുകയും മോനെ എന്ന് പറഞ്ഞിട്ട് ഒരു മാതൃഭാവത്തോട് വീട്ടിലാണ്. പക്ഷേ ഇവരെല്ലാം അദ്ദേഹം മക്കളെ പോലെ തന്നെ നോക്കിയത്. പക്ഷേ ഇവർ സ്വയം അടിമകളുടെ രീതിയിൽ തന്നെ പലരും നിന്ന് വന്നിട്ടുള്ളത്, പലരും പഠിച്ചു പോയിട്ടുള്ളത്. അങ്ങനെ അല്ലയോ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഈ വയറ്റിപ്പഴപ്പെന്നുള്ള അർത്ഥത്തിലുള്ള പഠിക്കലാണ്, മറ്റേ കേടായി പോകുക എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത് കോൺഗ്രസിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഞാൻ കാണുന്ന ഒന്നാണ്. ഇദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിർബന്ധ ബുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ തവണ CPIയുടെ പ്രതിനിധിയായും ഇത്തവണ റീകൗണ്ടിൽ പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായും തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖേന കോൺഗ്രസിലേക്ക് മാറിയ ശ്രീനാഥ് ബി കുഞ്ഞമ്മയ്ക്ക് കൊട്ടാരക്കര സീറ്റായിരുന്നു ഓഫർ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ അവിടെ നിർത്തിയത് രശ്മിയെയാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത് മുമ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഈ ശ്രീനാഥ് ബി കുഞ്ഞമ്മയും കൊട്ടാരക്കരയുടെ ആ പ്രദേശത്ത് വരുന്ന ഒരാളാണ്, കൊല്ലം ജില്ലക്കാരിയാണ്. പിന്നെ അവരിവിടെ താൽക്കാലികമായിട്ട് ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് കൂട്ടിയേർത്തതാണ്. അത് നിയമപ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും കാരണം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരം എന്ന് പറയുമ്പോൾ
ആ ജില്ലയ്ക്കകത്തുള്ള വോട്ടറാണ് വോട്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് സാങ്കേതികമായ ചില വിഷയങ്ങൾ ഉണ്ടാവാനും നിയമപരമായ ചില നൂലാമാലകൾ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണുന്നു. KC വേണുഗോപാൽ നാളെ തെലങ്കാനയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പിന്നെ വേണമെങ്കിൽ വോട്ട് ചേർക്കാം. പക്ഷേ ആത്യന്തികമായി പുള്ളി കേരളക്കാരനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം അവിടെ സംസ്ഥാന നിയമസഭയ്ക്ക് അങ്ങനെ, അതേസമയം പാർലമെൻറ്റിലേക്കോ രാജ്യസഭയിലേക്കോ രാജ്യത്ത് എവിടെയും മത്സരിക്കാം. അതിനകത്ത് ഇത്തരം പിന്നെ അതിരുകളൊന്നുമില്ല എന്നുള്ളതാണ്. പ്രവാസി വോട്ടിംഗ് സമ്പ്രദായം കൂടി വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്കും വന്ന് മത്സരിക്കാൻ പറ്റും. ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രശ്മിയെ കഴിഞ്ഞ തവണ കൊണ്ടുവന്നു. രശ്മിയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നോമിനി ആയിട്ട് തന്നെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐഷ പോറ്റി 40,000 വോട്ടിന് ജയിച്ചിടത്താണ്. NSSലെ പിന്തുണ ഉണ്ടായിട്ട് പോലും NSSലെ സമദൂര സിദ്ധാന്തം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കലഞ്ഞൂർ മധു എന്ന് പറയുന്ന KN ബാലഗോപാലിൻ്റെ സഹോദരൻ NSSൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്നു, ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു, ഒക്കെയായിരുന്നു. അപ്പോൾ പെരുന്തയിലെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഐഷ പോറ്റി 40,000 വോട്ടിന് 2016 ജയിച്ചെടുത്ത് അവർ തുടർച്ചയായിട്ട് 3 തവണ ജയിച്ചെടുത്ത് പിന്നെ ബാലകൃഷ്ണ പിള്ളയുടെ കോട്ടയായിരുന്ന സ്ഥലത്ത് നിരന്തരമായി ജയിച്ചു വന്ന ആട്ടിക്കടിച്ച ഐഷ പോറ്റിക്ക് ശേഷം KN ബാലഗോപാലിനെ പോലെ എതിരഭിപ്രായങ്ങളൊന്നുമില്ലാത്ത ധനമന്ത്രിയായതിനു ശേഷമാണ് കഴിവ് കിട്ടും എന്നൊക്കെ പറയുന്നത്. അതിന് പുള്ളിയുടെ കുറ്റമല്ല, ഫണ്ടില്ല സിബി, അതാണ് യാഥാർത്ഥ്യം. ഒരു ഒഴിഞ്ഞ ഖജനാവുമായിട്ട് ഇരുന്നിട്ട് പുള്ളി എന്ത് ചെയ്യാനാണ്? അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാവത്തിൻ്റെ മേളിലെല്ലാവരും ഇത് ആവശ്യമില്ലാത്തൊരു വർത്തമാനവും പറയുന്നത്. ആവശ്യമില്ലാത്ത ഒരു നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പിന്നെ സംസാരമോ അല്ലെങ്കിൽ എന്നെയൊക്കെ പോലെ വാവോയ കോടാലി പോലെ സംസാരിക്കുന്നതോ ആവേശം കൂടി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നു, ആരെയും വെല്ലു വിളിക്കുന്നു, ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. സമചിത്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. രാജ്യസഭയിലായിരുന്നപ്പോഴും കൃത്യമായിട്ട് നല്ല പാർലമെൻറ്റേറിയനായിരുന്നു. മുഖ്യമന്ത്രിയുടെ VSൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയപ്പോഴും അതിനുശേഷം പിന്നീട് കുറേ കാലം പിണറായിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്തപ്പോഴും ഒക്കെ വളരെ സൗമ്യനായിരുന്നു. സൈലൻ്റ് അച്ചീവറാണ്. ആ രീതിയിലാണ് KN ബാലഗോപാൽ. SFIയുടെ ദേശീയ സംസ്ഥാന സെക്രട്ടറി പ്രസിഡൻ്റായിരുന്നു. UP ജോസഫ് സെക്രട്ടറി ആവുന്ന സമയത്ത് അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിയായി, അഖിലേന്ത്യാ പ്രസിഡൻ്റായി, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ഒക്കെ ആയിരുന്നു. അപ്പോൾ KN ബാലഗോപാൽ വന്നിട്ട് 10,000 വോട്ടിനാണ് ജയിക്കുന്നത്. അപ്പോൾ രശ്മി ചില്ലറക്കാരിയല്ല, ജില്ലാ പഞ്ചായത്തിലേക്ക് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നോമിനിയായിട്ട്. അപ്പോൾ രശ്മിയെ വെട്ടിയാലേ കൊട്ടാരക്കര സീറ്റാണ് ഓഫർ എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. സീനാദേവി കുഞ്ഞമ്മയെ അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സീനാദേവി കുഞ്ഞമ്മയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ സ്ഥാനം നൽകണം. ഇന്നലെ കോൺഗ്രസിലേക്ക് വന്ന സീനാദേവി കുഞ്ഞമ്മയ്ക്ക് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതിനകത്ത് സ്വാഭാവികമായും ജയിച്ചു വന്നിട്ടുള്ള മറ്റു വനിതകളുണ്ടെങ്കിൽ അവർക്ക് എതിർപ്പുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു വിഷയമുണ്ട് അവിടെ. ഇതൊക്കെയാണ് അവിടുത്തെ ഫാക്റ്റ്. അപ്പം പിന്നെ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം നൽകേണ്ടി വരും, ഇതിലെങ്കിലും നൽകേണ്ടി വരും. അപ്പോൾ അതിനകത്ത് വലിയ പ്രശ്നമുണ്ട്. ഇതിൽ രണ്ടിൽ ഒന്നുകിൽ കൊട്ടാരക്കരയിൽ നിന്ന് നിയമസഭയിലേക്കൊരു ടിക്കറ്റ്, അതല്ലെങ്കിൽ ഇവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനമെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ സീനാദേവി കുഞ്ഞമ്മയെ പിണ്ടാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ഓഫറിൻ്റെ പുറത്താണ് അവർ നിന്നതെന്ന് മനസ്സിലാക്കുന്നത്. വെറും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് അവർ ഇരിക്കത്തില്ല, അവർക്ക് ഇരിക്കാൻ കഴിയത്തില്ല. അവർക്ക് മന്ത്രി ആവണം എന്നുള്ളതാണ് അവരുടെ സ്വപ്നം, ഡ്രീം എന്ന് പറയുന്നത്. അത് അവരുടെ അമ്മ തന്നെ പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം പിന്നെ അതുകൊണ്ട് ഒന്നുകിൽ ഞാൻ ഇപ്പോഴും പറയുന്ന എഴുതി വെച്ചോ, ഒന്നുകിൽ ജില്ലാ പഞ്ചായത്തിനകത്ത് ഏറ്റവും കുറഞ്ഞൊരു ഉപാധ്യക്ഷ സ്ഥാനം, അതല്ലെങ്കിൽ ഒരു നിയമസഭാ ടിക്കറ്റ്. ഇതാണ് സീനാദേവി കുഞ്ഞമ്മയുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസമാണ് ഈ KSC കുഞ്ഞുങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് പിന്നെ ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് കുഞ്ഞുങ്ങൾ, അതായത് കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിച്ചാണ് ഷാഫിയും രാഹുലും വളർന്നു വന്നത്. അവർ പറയുമ്പോൾ ചുടുചോറാണെങ്കിൽ ചുടുചോറ് തിളച്ച എണ്ണയിൽ കൈമുക്കാൻ പറഞ്ഞത് അത് മുക്കുന്ന ഒരു കുട്ടിക്കുരങ്ങൻ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ KSന് ജില്ലാ പ്രസിഡന്റ് എന്നുള്ള പേര് അവനിപ്പോൾ ഇന്നത്തെ എല്ലാ പത്രങ്ങളും എടുത്തു വെച്ച് കാണും. എല്ലാ ചാനലുകൾക്കകത്ത് ഈ വാർത്ത വന്നതിൻ്റെ ബൈറ്റ് അവനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം എടുത്ത് വെച്ച് കാണും. കാരണം അതെല്ലാം എടുത്ത് പിന്നെ ഫോൾഡറിലാക്കി കാണും. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റാണ്. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ചാനലിനകത്ത് അവൻ്റെ പേര് പറഞ്ഞു. കാര്യം ഇപ്പോൾ നാളെ മരിച്ചു പോകാനൊരു പ്രശ്നമില്ല. കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞേക്കുന്നു. പുറത്താക്കി അടുത്തൊരു വാർത്തയും കൂടെ അപ്പോൾ പുറത്താക്കണമെന്ന് ഡൽഹിയിൽ വെച്ച് ആവശ്യപ്പെട്ടേക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് ഇത് ബൈറ്റ് ചെയ്യാതെ കോമൺ സെൻസ് അവഗണിച്ചു വിടേണ്ടതായിരുന്നു. അവനെ ഫേമസ് ആക്കി കൊടുക്കുന്ന ഒരു പണി കൊടിക്കുന്നിൽ സുരേഷിന് ബുദ്ധി കുറവാണ്. അത് സത്യമാണ്. അത് വേറെ കാര്യം. അതിനകത്ത് തന്നെ ഒരു ബാലൻസിങ് നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് നടത്ത് ഒരു വശത്ത് ചാമക്കാലയെ ഒന്നങ്ങ് പൊക്കി വെച്ചു, ഇപ്പുറത്ത് കൊടിക്കുന്നിൽ സുരേഷ്. ഇവർ തമ്മിൽ നല്ല ടൈംസിലുവാ. ചാമക്കാലയും കൊടുക്കുന്ന സുരേഷും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അത് പസിഫിക്കും അറിയാമല്ലോ. അവർ തമ്മിൽ നല്ല ടൈംസിലുള്ളവരാ. പത്തനാപുരത്ത് ചാമക്കാലയ്ക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്ന സുരേഷ് ചെയ്യുകയും ചെയ്യും, കൊടുക്കുന്ന സുരേഷിന് വേണ്ട കാര്യങ്ങൾ ചാമക്കാലയും ചെയ്യുകയും ചെയ്യും. അവർ പരസ്പരം എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നവരുവാ, വളരെ അടുത്ത സൗഹൃദത്തിലുവാ. അവർ പരസ്പരം പാര വെക്കാൻ നിൽക്കുന്നവരല്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരേ സമയം ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിൽ ഇവരെ തമ്മിലും തെറ്റിക്കാൻ പറ്റുകയാണെങ്കിൽ തെറ്റിക്കുക. കുറേ ആൾക്കാർ വേണമെങ്കിൽ കൊടുക്കുന്ന സുരേഷിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ അവർ പിറ്റേന്ന് ചാമക്കാലയ്ക്കെതിരെ പോസ്റ്റ് തരും, ചാമക്കാലയുടെ ആൾക്കാർ മറുപടി ആയിട്ട് പോസ്റ്റ് തരും. കുളം കലയ്ക്ക് മീൻ പിടിക്കാന്നുള്ള പരിപാടി ഇവരെ പതിവ് തന്ത്രങ്ങൾ. ടി സിദ്ദിഖിനെതിരെയും ചാണ്ടി ഉമ്മനെതിരെയും JS അഖിലിനെതിരെയും പിന്നെ ഏറ്റവും അവസാനം വന്നപ്പോൾ VD സതീഷിനെതിരെ ആദ്യം പ്രയോഗിച്ചു. പിന്നെ KC വേണുഗോപാലിനെ എതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോസ്റ്റ് ഇട്ടപ്പം ഏറ്റവും അവസാനം വയസ്സുകാലത്ത് K സുധാകരനെ പോയിട്ട്
എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പുള്ളിയെ കൊണ്ടുവന്ന് അപഹാസ്യനാക്കി. ഇതേ പരിപാടി ഇപ്പോഴും നിർത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പം മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ ജാഗ്രതയില്ല. അവർ ഭയം വേണ്ട, ജാഗ്രത മതി എന്നുള്ളതാണ്. കാരണം ഭയമൊന്നുമില്ല, ജാഗ്രതയോടുകൂടി നിൽക്കുകയാണ്. പക്ഷേ അതതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രൂപ്പിസം എല്ലാ കാലത്തും കോൺഗ്രസ്സിലുണ്ടായിരുന്നു. അത് ആൻ്റണിയും കരുണാകരനും തമ്മിലും വയലാർ രവിയായിട്ടും പിന്നെ ഉമ്മൻചാണ്ടിയുടെ സമയത്തും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലും പിന്നെ മുരളിയും അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇവരെല്ലാവരും തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അവർ കോൺഗ്രസ് എന്ന പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനും അതിനെ പോക്കറ്റ് സംഘടനയാക്കി മാറ്റാനും ശ്രമിച്ചിരുന്നില്ല. അത് കൊടിക്കുന്നിൽ സുരേഷ് ശ്രമിക്കുന്നില്ല, കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നില്ല, വി ഡി സതീശൻ ശ്രമിക്കുന്നില്ല, ചെന്നിത്തല ശ്രമിക്കുന്നില്ല, ആരും ശ്രമിക്കുന്നില്ല, സണ്ണി ജോസഫ് ശ്രമിക്കുന്നില്ല, കെ സുധാകരൻ ശ്രമിക്കുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസ്സാണ്. അതിനകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നുണ്ട്, അതിനകത്ത് ബാർഗനിങ് നടത്തുന്നുണ്ട്, അതിനകത്ത് അവരുടെ ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ സ്വന്തം പോക്കറ്റ് സംഘടനയാക്കി മാറ്റാനും പാർട്ടി എന്ന അസ്തിത്വം ഇല്ലാതാക്കാനും ശ്രമിക്കുന്നില്ല. അവിടെ ഷാഫിയും രാഹുൽ മാങ്കുട്ടത്തിലും വീണ്ടും പണി തുടങ്ങിയിരിക്കുന്നു. ആ പണിയുടെ തുടക്കം മാത്രമാണിത്. അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ജ്യോതികുമാർ ചാമക്കാലയ്ക്കും കൊടുക്കുന്ന സുരേഷിനും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ടു കൂട്ടരും ഒരുമിച്ച് കൂടിയിട്ട് പോയി ചാടുന്നതാണ് ഇവരുടെ സ്വപ്നം. അപ്പോൾ അതിന് നിൽക്കാതെ അവർ രണ്ടുപേരും ഫോണിൽ കൂടെ സംസാരിച്ച് തീർക്കുകയും ഈ ചപ്പ് ചവറ് ചീള് വ്യാളിപ്പിള്ളേർ പറയുന്നതിന് മറുപടി കൊടുക്കാതിരിക്കുക എന്ന ഔചിത്യബോധം കൊടുക്കുന്ന സുരേഷും ജ്യോതികുമാർ ചാമക്കാലയും ഒക്കെ കാണിക്കുന്നത് അവർക്ക് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത്.